നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്നേഹയെ നിനക്ക് വിളിച്ചിറക്കിക്കൊണ്ട് പോരായിരുന്നില്ലേ? അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സ്നേഹയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചത്? പിന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടും അവളെ അവിടെ തന്നെ എന്തുകൊണ്ടാണ് നിർത്തിയിട്ട് പോകുന്നത്? നിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഒന്നുകിൽ നീ എന്റെ കൂട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ നീ എനിക്ക് അത്രയ്ക്കും വിശ്വാസമുള്ളവനായിരിക്കണം. നീ ഇത് രണ്ടുമല്ല. പിന്നെ ഇതിന് ഞാൻ എന്തിനു മറുപടി പറയണം? എന്നെ ഒരു കൂട്ടുകാരനെ കാണാം. എന്നും ഞാനും ധനുഷും ഫ്രണ്ട്സ് ആയിരിക്കും, അതിനൊരു സംശയവും വേണ്ട. കൂട്ടുകാരന്റെ അർത്ഥം അറിയോ നിനക്ക്? എല്ലാത്തിനും കൂടെ നിൽക്കുന്നവൻ, ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുന്നവൻ, വിശ്വസ്തൻ, ചതിക്കാത്തവൻ. ഇതൊക്കെയാണ് അതിന്റെ പര്യായങ്ങൾ. ഇതിൽ ഉപദേശം ഒഴികെ ബാക്കിയെല്ലാം നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ എന്റെ കൂട്ടുകാരനായിരിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതല്ല, ഇവിടെ കേൾക്കുന്ന കാര്യം അങ്ങ് നിന്റെ അവന്തികയോട് പറഞ്ഞു കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ വല്ല ഉദ്ദേശത്തോടു കൂടിയാണോ നീ നിൽക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം. കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞ പെണ്ണിനെ, അതായത് സ്നേഹയെ, ഞാൻ അവിടെ നിർത്തി തിരിച്ചു പോകുന്നത് വെറുതെയല്ല. അതിനു പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെനിക്ക്. സ്നേഹയേക്കാൾ ഞാൻ സ്നേഹിച്ചത് അവളുടെ പേരിൽ അവിടെയുള്ള സ്വത്തുക്കളെയാ. സ്വത്തൊന്നുമില്ലാത്ത അവളെ ഇവിടെ ആർക്കാ ആവശ്യം? പ്രേമം തലയ്ക്ക് പിടിച്ച് അവളുമായി ജീവിച്ചേ അടങ്ങുമെന്ന വാശിയില് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ? പട്ടിണി കിടക്കാനോ? വേണയിൽ എല്ലാവരുടെയും മുന്നിൽ കൂടി സ്നേഹ ഇറക്കിക്കൊണ്ട് വന്ന് എനിക്ക് ഹീറോയിസം കാണിക്കാമായിരുന്നു. അങ്ങനെ ഒരു സീനിൽ ഹീറോ കളിക്കാനല്ല എന്റെ ഉദ്ദേശം. മരിക്കും വരെ ഹീറോ ആയിട്ട് ജീവിക്കാനാ. അതിനെന്ത് വേണമെന്ന് മൂർത്തിക്കറിയോ? പണം. അതെ, പണം. പണത്തിൽ ചവിട്ടി നിന്നേ എന്തും സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടെ തന്നെ ആക്കിയിട്ട് പോകുന്നത്. അവളുടെ വാശി സേതുമാധവന്റെ തീരുമാനത്തിന് വ്യതിയാനമുണ്ടാക്കും. അയാള് പിന്നെ അവളെ പിടിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും. എനിക്ക് ചെലവ് വെറും 4.5 പവന്റെ ഒരു താലിമാലയാ. വരവ് വേഗത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും നോട്ടുകെട്ടുകളും. ഇപ്പൊ മനസ്സിലായോ എന്റെ പുതിയ കൂട്ടുകാരന് എന്റെ ഉദ്ദേശം എന്തായിരുന്നു? മനസ്സിലായി. എങ്കിലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? അവന്തിയെ ധനുഷ് സ്നേഹിക്കുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.